class of Jolly Tutorials. In the class 10th maths chapter 4 quadratic equation and the continuation so in the topic solution of the quadratic equation by factorization. So this is start quadratic equation and 0 of the polynomial quadratic polynomial and 0 of the polynomial and root of the equation and basic class 9th chapter 2 polynomials clear doubt video so description box link and also clear concept ഇവിടെ ഞാൻ ചെറുതായിട്ട് പറയുവാണെങ്കിൽ ഒരു quadratic polynomial എന്ന് പറയുമ്പോൾ polynomial with degree 2 നെയാണ് നമ്മൾ quadratic polynomial എന്ന് പറയുന്നത്. അതായത് ഇപ്പം ax² plus bx plus c ആണ് അതിന്റെ ജനറൽ ഫോർമാറ്റ്. സോ ഇതിനകത്ത് എക്സിന്റെ പവർ 2 ഏറ്റവും ഗ്രേറ്റസ്റ്റ് ഹയസ്റ്റ് പവർ 2 ആയതുകൊണ്ടാണ് നമ്മൾ ഇതിനെ quadratic polynomial എന്ന് പറയുന്നത്. ഈ ഒരു quadratic polynomial ഞാൻ 0 നോട് ഇക്വേറ്റ് ചെയ്യുവാണെങ്കിൽ ഈ ഒരു ഫോമിൽ നമ്മൾ പറയുന്നതാണ് quadratic equation എന്ന്. quadratic polynomialനെ equal to 0 എന്ന് നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ അതിന് പറയുന്നതാണ് quadratic equation എന്ന്. സോ ഇപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ എടുത്തിട്ട് ചെയ്യാം. 2x² minus 3x plus 1 ഇതൊരു quadratic polynomial ആണല്ലോ. അതിനെ ഞാൻ equal to 0 ഇക്വേറ്റ് ചെയ്തപ്പം ഇതൊരു quadratic equation ആയി. ഇനി ഞാൻ എക്സിനെ 1 എന്ന് പറഞ്ഞ നമ്പർ വെച്ച് റീപ്ലേസ് ചെയ്യും. ഇഫ് വി റീപ്ലേസ് എക്സ് വിത്ത് 1 നമുക്ക് എന്ത് കിട്ടും? LHSനകത്ത് എക്സിന് പകരം 1 ഇട്ട് കൊടുക്കണം. വി ഗെറ്റ് 2 × 1² minus 3 × 1 plus 1 നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ -1 plus 1 which is equal to 0 എന്ന് കിട്ടും. സോ LHSന്റെ വാല്യൂ നമുക്ക് 0 എന്ന് കിട്ടും, which is again equal to RHS. RHS already 0 ആണ്. സോ ലെഫ്റ്റ് സൈഡ് ആൻഡ് റൈറ്റ് സൈഡ് നമ്മൾ എക്സിന് വാല്യൂ 1 കൊടുക്കുമ്പോൾ ഈക്വൽ ആകും. അപ്പം അങ്ങനെ ഒരു കണ്ടീഷൻ വരുമ്പം, അതായത് നമ്മൾ ആ ഒരു പോളിനോമിയലിന് നമ്മൾ എക്സിന് ഒരു വാല്യൂ ഇട്ട് കൊടുത്തിട്ട് ആ പോളിനോമിയലിനെ നമ്മൾ സോൾവ് ചെയ്യുമ്പം 0 എന്നുള്ളൊരു വാല്യൂ കിട്ടുവാണെങ്കിൽ നമ്മൾ ആ ഇട്ട് കൊടുക്കുന്ന നമ്പർ ഇല്ലേ, ആ നമ്പറിനെ നമ്മൾ പറയുന്നതാണ് 0 ഓഫ് ദ പോളിനോമിയൽ 2x² minus 3x plus 1. അപ്പം ഒരു നമ്പർ നമ്മൾ എക്സിന് പകരം ഒരു നമ്പർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, എന്നിട്ട് ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ പോളിനോമിയലിന്റെ വാല്യൂ, ആ പോളിനോമിയൽ സോൾവ് ചെയ്യുമ്പോൾ അതിന്റെ വാല്യൂ 0 ആയിട്ട് കിട്ടുവാണെങ്കിൽ വി കോൾ ദാറ്റ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് നമ്പർ. നമ്മൾ ഏത് നമ്പറിനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ആ നമ്പറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് 0 ഓഫ് ദ പോളിനോമിയൽ. ഇനി ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ കാര്യം പറയുവാണെങ്കിൽ നമ്മൾ ഇങ്ങനെ എക്സിന് ഒരു വാല്യൂ ഇട്ട് കൊടുത്തു, എന്നിട്ട് അതിനകത്ത് ആ വാല്യൂ ഇട്ട് കൊടുത്തതുകൊണ്ട് റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ഈക്വൽ ആകുക. അതായത് റൈറ്റ് സൈഡിന്റെ വാല്യൂം 0 ആവുക, ലെഫ്റ്റ് സൈഡിന്റെ വാല്യൂം 0 ആകുക. അങ്ങനെ ഒരു കണ്ടീഷനിൽ നമ്മൾ ഈ ഇട്ട് കൊടുക്കുന്ന ഈ വാല്യൂ ഉണ്ടല്ലോ, ആ വാല്യൂവിന് നമ്മൾ പറയുന്ന പേരാണ് റൂട്ട് ഓഫ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ 2x² minus 3x plus 1 equal to 0. ഇത് രണ്ടും കോൺസെപ്റ്റ് തമ്മിൽ ചെറിയ വ്യത്യാസമുള്ളൂ. ഇപ്പൊ ഈ ഒരു കേസിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ 1 എന്ന് പറഞ്ഞ നമ്പറിനെ നമ്മൾ റൂട്ട് എന്നും പറയുന്നുണ്ട് 0 എന്നും പറയുന്നുണ്ട്. ഓക്കെ, റൂട്ട് ഓഫ് എന്താണ്? റൂട്ട് ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആൻഡ് 0 ഓഫ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. ഇത് രണ്ടും എപ്പോഴാണ് ഈ 1 ഇങ്ങനെ ഒരു കണ്ടീഷൻ, 1 ഇങ്ങനെ റൂട്ട് ഓഫ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷനും 0 ഓഫ് ദ ക്വാഡ്രാറ്റിക് പോളിനോമിയലും ആവുന്ന എപ്പോഴാണ്? നമ്മൾ എക്സിന് പകരം 1 ഇട്ട് കൊടുക്കുമ്പം നമ്മളുടെ പോളിനോമിയൽ, അതായത് നമ്മളുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അകത്ത് നമ്മൾ എക്സിന് പകരം 1 ഇട്ട് കൊടുക്കുമ്പം ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഈക്വൽ ആവുകയാണെങ്കിൽ നമ്മൾ ഈ 1നെ റൂട്ട് എന്ന് വിളിക്കും. കൂടാതെ നമ്മൾ എക്സിന്റെ വാല്യൂ 1 ഇട്ട് കൊടുക്കുമ്പോൾ നമ്മളുടെ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ പി ഓഫ് എക്സിന്റെ വാല്യൂ 0 ആകുവാണെങ്കിൽ ആ ഒരു കണ്ടീഷനിൽ നമ്മൾ എക്സ് ഈക്വൽ ടു 1നെ 0 ഓഫ് ദ പോളിനോമിയൽ എന്ന് വിളിക്കും. സോ അത്രയായിരുന്നു നമ്മളുടെ ഒരു ഇൻട്രൊഡക്ടറി പാർട്ട്. ഈ റൂട്ട് ആൻഡ് 0 ഓഫ് ദ പോളിനോമിയൽ, റൂട്ട് ഓഫ് ദ ഇക്വേഷൻ, ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാകാനായിട്ട് നിങ്ങൾ ആ വീഡിയോ പോയിട്ട് ചെക്ക് ചെയ്യണം. അപ്പം നമ്മൾ ഈ എക്സാമ്പിൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്ത കാര്യം ജനറലി ഒരു ജനറൽ ഫോമാറ്റിലോട്ട് എങ്ങനെ കൊണ്ടുവരും നമുക്ക് നോക്കാം. ജനറലി നമ്മുടെ ജനറൽ ഫോമാറ്റ് ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് ax² plus bx plus c equal to 0 where a, b and c are any real numbers. അതിൻ്റെ ഈ നമ്മുടെ വേരിയബിൾസിന്റെ കോഎഫിഷ്യൻസ് ആണ്. And also let alpha, ഇത് ആൽഫ ആണ്, alpha be any real number. ഇനി x equal to alpha, x ആണ് നമ്മുടെ വേരിയബിൾ. സോ x equal to alpha, നമ്മൾ എക്സിന് ആൽഫ എന്നുള്ളൊരു വാല്യൂ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ x equal to alpha is a solution of the quadratic equation. ഈ quadratic equationന്റെ സൊല്യൂഷൻ ആണ് if, എന്താണ് കണ്ടീഷൻ? if
നമ്മൾ ഈ എക്സിന് പകരം ഈ ഇക്വേഷനകത്ത് ആൽഫ ഇട്ട് കൊടുക്കുമ്പം LHSന്റെ വാല്യൂ 0 ആകുവാണെങ്കിൽ, ഇപ്പം എക്സിന് പകരം ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷനകത്തോട്ട് ഞാൻ ആൽഫ ഇട്ട് കൊടുക്കുക, എക്സിന് പകരം എല്ലായിടത്തും. അപ്പൊ അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ LHSന്റെ വാല്യൂ 0 ആകുവാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എക്സ് ഈക്വൽ ടു ആൽഫ നമ്മുടെ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സൊല്യൂഷൻ ആണെന്ന് പറയാൻ പറ്റും. സോ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമുക്ക് അന്നേരം അറിയാം ഈ ആൽഫ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സീറോ ഓഫ് ദ പോളിനോമിയൽ ax² plus bx plus c, and also it is the root of the quadratic equation ax² plus bx plus c. So ഈ സീറോ ഓഫ് ദ പോളിനോമിയൽ റൂട്ട് ഓഫ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്നുള്ള കോൺസെപ്റ്റ് നിങ്ങൾ നന്നായിട്ട് ക്ലിയർ ആക്കുക. ഇതാണ് നമ്മുടെ ജനറൽ ഫോർമാറ്റ്, അല്ലെങ്കിൽ നമ്മൾ ജനറലി റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. സോ എക്സ് ഈക്വൽ ടു ആൽഫ സൊല്യൂഷൻ എപ്പോഴാവുന്നത് ഇഫ് a alpha square plus b alpha plus c. നോക്കുക എക്സിന് പകരം എല്ലായിടത്തും ഞാൻ ആൽഫ ഇട്ട് കൊടുത്തേക്കോ ഇവിടെ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ LHSന്റെ വാല്യൂ 0 ആകുവാണെങ്കിൽ we can say that x equal to alpha is a solution of the quadratic equation. ഇനി നമ്മൾ ഫാക്ടറൈസേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ റൂട്ട്സ് എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിന് പറയുന്ന ഈ ഒരു മെത്തേഡിന് പറയുന്ന പേര് സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം മെത്തേഡ് എന്ന്. അത് യൂസ് ചെയ്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ നമ്മളുടെ ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനകത്ത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, ചിലപ്പോൾ ഒരു ക്വസ്റ്റിനകത്ത് ടേംസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി തരും, പക്ഷെ അന്നേരം നിങ്ങൾ സ്റ്റാൻഡേർഡ് ഫോർമാറ്റിൽ ഇതിന്റെ ഡിഗ്രിയുടെ ഡിസെൻഡിങ് ഓർഡറിൽ റീഅറേഞ്ച് ചെയ്തിട്ട് സോൾവ് ചെയ്യാൻ തുടങ്ങണം. അതായത് ഇപ്പം നമ്മൾക്ക് ക്വസ്റ്റിന് തന്നിരിക്കുന്ന പോളിനോമിയൽ ഇങ്ങനെയാണ്, പക്ഷെ ഇവരിപ്പം -5x plus 2x² plus 3 equal to 0 എന്ന് തരുക. അപ്പൊ നിങ്ങൾ ഇത് മിഡിൽ ടേം ആണെന്ന് പറഞ്ഞ് തുടങ്ങല്ലേ, തെറ്റിപ്പോവും. നമ്മൾ ഇതിനെ ഡിസെൻഡിങ് ഓർഡർ ഓഫ് ദ പവേഴ്സ് അറേഞ്ച് ചെയ്യണം, റീഅറേഞ്ച് ചെയ്യണം ആദ്യം. അപ്പം ഇതിന്റെ പവർ 2, ഇതിന്റെ 1, ഇതിന്റെ 0. സോ ആദ്യം 2 പവർ ഉള്ളതിന് ആദ്യം എഴുതുന്നുണ്ട്. സോ 2x² minus 5x plus 3 equal to 0 എന്ന് നമ്മൾ റീഅറേഞ്ച് ചെയ്തിട്ട് നമ്മൾ ഈ ക്വസ്റ്റ്യനെ നമ്മൾ സോൾവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. സോ ഇപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് അത് അങ്ങനെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് തന്നേക്കുന്ന ക്വസ്റ്റ്യൻ 2x² minus 5x plus 3 equal to 0. ഇതിന്റെ നമ്മൾ ഫാക്ടറൈസേഷൻ മെത്തേഡ് യൂസ് ചെയ്ത്, അല്ലെങ്കിൽ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം മെത്തേഡ് യൂസ് ചെയ്ത് ഇതിന്റെ നമ്മൾ റൂട്ട്സ് കണ്ടുപിടിക്കാൻ പോവാം. ഇതിനകത്ത് മിഡിൽ ടേം ഏതാണ്? ഇതല്ലേ, -5x is the middle term. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം. നമ്മൾ ഇത് സോൾവ് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കണം, സമം കണ്ടുപിടിക്കണം. നിങ്ങൾ എപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണമെങ്കിലും നിങ്ങൾ ആ സൈഡിൽ പ്രൊഡക്റ്റ് സം എന്ന് പറഞ്ഞ് ഇങ്ങനെ അത് എഴുതി തന്നെ വെക്കണം. നിങ്ങൾ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പോയാൽ ചിലപ്പോൾ അത് തെറ്റാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതിന്റെ പ്രൊഡക്റ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമ്മളുടെ ഫസ്റ്റ് ടേം ഇതാണ്, ഫസ്റ്റ് ടേം ഇതാണ്, തേർഡ് ടേം ഇതാണ്, സെക്കൻഡ് ടേം അല്ലെങ്കിൽ മിഡിൽ ടേം. നമ്മളുടെ ഈ ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമിന്റെയും കോഎഫിഷ്യന്റ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. കോഎഫിഷ്യന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ വേരിയബിളിന്റെ മുമ്പിൽ കിടക്കുന്ന കോൺസ്റ്റന്റ്. സോ ഫസ്റ്റ് ടേമിന്റെ കോഎഫിഷ്യന്റ് 2, ലാസ്റ്റ് ടേമിന്റെ കോഎഫിഷ്യന്റ് 3. സോ 2 × 3 നമുക്ക് ആൻസർ കിട്ടും 6. സോ ഈ 6 ആണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഇനി സം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ മിഡിൽ ടേമിന്റെ കോഎഫിഷ്യന്റ് ഉണ്ടല്ലോ, അതാണ് സം. സോ സം വുഡ് ബി -5 ഇവിടെ. കാരണം നമ്മൾ ജനറൽ ഫോമിനകത്ത്, നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോമിനകത്ത് സബ്ട്രാക്ഷൻ ഇല്ലല്ലോ, ഡിഫൈൻ ചെയ്തിട്ടില്ല. നമ്മൾ അഡീഷനിലാണ് എല്ലാം ഡിഫൈൻ ചെയ്യുന്നത്. സോ ഇത് ആക്ച്വലി ഈ ഫോമാറ്റിൽ നമ്മൾ ഇവിടെ നെഗറ്റീവ് ഉണ്ടെങ്കിൽ ഇതിന്റെ അർത്ഥം +-5 എന്ന്. അതുകൊണ്ട് നമ്മൾ കോഎഫിഷ്യന്റ് മിഡിൽ ടേമിന്റെ കോഎഫിഷ്യന്റ് -5 ആകും, ആൻഡ് നമ്മുടെ സം -5 ആയിട്ട് നമ്മൾ എഴുതും. ഇതാണ്, ഇത്രയുമാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞുതരാം. നമ്മൾക്ക് പ്രൊഡക്റ്റ് കിട്ടിയേക്കുന്നത് എന്താണ്? 6 അല്ലേ? 6ന്റെ ഫാക്ടേഴ്സ് നമ്മൾ ലിസ്റ്റ് ആയിട്ട് എഴുതണം. അപ്പൊ 6ന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ 1 × 6 ഉണ്ട്, 2 × 3 ഉണ്ട്, പിന്നെ 3 × 2 ഉണ്ട്. വീണ്ടും നമ്പേഴ്സ് റിപ്പീറ്റ് ചെയ്യണമെന്ന് നമ്മൾ ഇവിടെ കൊണ്ട് നിൽക്കുക. സോ 6ന്റെ ഫാക്ടേഴ്സ് 1, 2, 3, 6. ഇനി എൻ്റെ കയ്യിൽ 2 പെയർ ഓഫ് നമ്പേഴ്സ് ഉണ്ട്, ഒന്നെങ്കിൽ 1 and 6 അല്ലെങ്കിൽ 2 and 3. ഇത് രണ്ടിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണമാണ് എനിക്ക് സെലക്ട് ചെയ്യേണ്ടത്. ഇതിന്റെ പോസിറ്റീവ്സ് നെഗറ്റീവ്സ് ഒക്കെ അതിന്റെ പല കോമ്പിനേഷൻ നമുക്ക് കൺസിഡർ ചെയ്യാം. സോ ഈ 2 കോമ്പിനേഷൻ, 2 പെയർ ഓഫ് നമ്പേഴ്സ് വെച്ച് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഏത് 2 പെയർ, ഇതിന്റെ ഒന്നെങ്കിൽ ഇത് പോസിറ്റീവ് ഓർ നെഗറ്റീവ്, പോസിറ്റീവ് ഓർ നെഗറ്റീവ്, പോസിറ്റീവ് ഓർ നെഗറ്റീവ്, പോസിറ്റീവ് ഓർ നെഗറ്റീവ്, 4 കോമ്പിനേഷൻസ് ഉണ്ട്. പക്ഷെ ഇതിന്റെ കണ്ടീഷൻ ഒന്നേ ഉള്ളൂ, ഈ ഏത് കോമ്പിനേഷൻ എടുത്താലും ഈ 2 നമ്പേഴ്സിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 6 എന്നും കിട്ടും. ഇതിന്റെ സം എടുക്കുമ്പോൾ നമുക്ക് ആൻസർ
-5 എന്നും കിട്ടണം. അങ്ങനെ രണ്ട് നമ്പേഴ്സിനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പം സം നെഗറ്റീവ് കിട്ടണമെങ്കിൽ ഉറപ്പായിട്ടും ആ രണ്ട് നമ്പേഴ്സും നെഗറ്റീവ് ആണ്. നമ്മൾ ആ റൂൾസിനകത്ത് പഠിച്ചത് സം നെഗറ്റീവ് ആണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ എടുക്കുന്ന രണ്ട് നമ്പേഴ്സും നെഗറ്റീവ് ആണ്, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഗ്രേറ്റർ നമ്പർ നെഗറ്റീവ് ആയിരിക്കണം. സോ ഇപ്പം ഒരു നമ്പർ നെഗറ്റീവ് ആയാൽ, അതായത് ഗ്രേറ്റർ നമ്പർ നെഗറ്റീവ് ആയാൽ, ഒരു നമ്പർ നെഗറ്റീവ് ആയാൽ നമ്മുടെ പ്രൊഡക്റ്റ് നെഗറ്റീവ് ആവുന്നുണ്ട്. സോ ആ ഒരു ഓപ്ഷൻ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. പിന്നെ ഇനി നമുക്ക് എന്താ മിച്ചം കിടക്കണം? ഒന്നെങ്കിൽ രണ്ടും നെഗറ്റീവ് ആയിരിക്കണം, അതായത് -1 -6 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അതിന്റെ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് 6 എന്ന് കിട്ടും. അല്ലെങ്കിൽ -2ഉം -3 ആകണം. അത് രണ്ടിന്റെ നമ്മൾ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് +6 കിട്ടും. അതപ്പോൾ ഓക്കെ. ഇനി ഇത് രണ്ടിന്റെ സം എടുക്കുമ്പോൾ നമുക്ക് -5 എന്ന് ആൻസർ കിട്ടണം. ഈ -1ന്റെയും -6ന്റെയും സം എടുക്കുമ്പോൾ നമുക്ക് -7 എന്നല്ല ആൻസർ കിട്ടുന്നത്. -2ന്റെയും -3ന്റെയും സം എടുക്കുമ്പോൾ നമുക്ക് -5 എന്ന് കിട്ടും. സോ ഇതിൽ നിന്ന് ഏതാണ് അപ്പം കറക്റ്റ് ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻ? -2 ആൻഡ് -3. മനസ്സിലായി എങ്ങനെ നമ്മൾ നമ്പർ സെലക്ട് ചെയ്യേണ്ടത്? ഇതൊരു കുഞ്ഞ് എക്സാമ്പിൾ ആണ്. നമ്മൾ ഇങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കിത് കറക്റ്റ് ആയിട്ടുള്ള ഇത് എങ്ങനെ ചിന്തിക്കണം, എങ്ങനെ ഐഡിയ വരണം എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. സോ ഇപ്പം ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്ന രണ്ട് പെയർ ഓഫ് നമ്പേഴ്സ് എന്ന് വെച്ചാൽ -2 ആൻഡ് -3. ഇതിന്റെ രണ്ടിന്റെയും പ്രൊഡക്റ്റ് എടുത്താൽ നമുക്ക് +6 കിട്ടും. ഇതിന്റെ രണ്ടിന്റെയും സം എടുത്താൽ നമുക്ക് -5 തന്നെ കിട്ടും. ഞാൻ നമ്മളുടെ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ എഴുതുക. ഇവിടെ നമ്മളുടെ ക്വസ്റ്റ്യൻ ആയിരുന്നു 2x² - 5x + 3 = 0. സോറി ഫോർ ദി ഡിസ്റ്റർബൻസ്. ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടെന്ന് അറിയാം. ഐ വിൽ ട്രൈ ടു ബി ലൗഡർ. സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതിനകത്ത് പ്രൊഡക്റ്റ് നമ്മൾ കണ്ടുപിടിച്ചു 6, സം നമ്മൾ കണ്ടുപിടിച്ചു -5. എന്നിട്ട് നമ്മൾക്ക് ഈ രണ്ട് കണ്ടീഷൻസും ഓക്കെ ആയിട്ടുള്ള പെയർ ഓഫ് നമ്പർ എന്ന് വെച്ചാൽ -2, -3. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ മിഡിൽ ടേമിനെ അല്ലേ സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. നമ്മുടെ മെത്തേഡിന്റെ പേര് തന്നെ അതല്ലേ, സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം. സോ ബാക്കി ടേംസിന് അങ്ങനെ തന്നെ എഴുതാൻ പറ്റും. സോ ഇതിനെ ഞാൻ എങ്ങനെ എഴുതും? 2x². ഇനി ഈ -5x ഞാൻ സ്പ്ലിറ്റ് ചെയ്യാൻ പോകുന്നത് -2x -3x എന്ന്. മനസ്സിലായോ? -5x നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പോവാ, രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പോവാ. -2x എന്നും -3x എന്നും, -2x എന്നും -3x എന്നും. സോ ഈ 5x ഞാൻ ഇങ്ങനെ -2x -3x + 3 = 0 ഈ ഒരു ഫോർമാറ്റിൽ എഴുതി. ഇപ്പം നമുക്ക് കാണാം ഈ ഒരു ഫോർമാറ്റിൽ എഴുതിയപ്പോൾ രണ്ട് ടേംസ് വെച്ച് ക്ലബ് ചെയ്യുവാണെങ്കിൽ അത് തമ്മിൽ കോമൺ നമ്പേഴ്സ്, കോമൺ ടേംസ് നമുക്ക് പുറത്തെടുക്കാൻ പറ്റുന്ന ആ ഒരു ഫോർമാറ്റിലാണ് ഇപ്പം കിടക്കുന്നത്. സോ ഞാൻ രണ്ട് നമ്പേഴ്സ് വെച്ച് ഞാൻ ക്ലബ് ചെയ്യാൻ പോവാ. ഇത് രണ്ടും. സോ ഇനി ഇതിന് കോമൺ ആയിട്ട് എന്തെടുക്കാമെന്ന് നോക്കാം. ഫസ്റ്റ് ബ്രാക്കറ്റിനകത്ത് എന്തൊക്കെയാണ് കോമൺ ആയിട്ടുള്ളത്? രണ്ട് ടേംസിലും 2 ഉണ്ട്. അപ്പം ഞാൻ 2നെ കോമൺ ആയിട്ട് എടുത്തു. ഇനി രണ്ട് ടേംസിനകത്തും ഒരെണ്ണത്തിനകത്ത് x² ഒരെണ്ണത്തിനകത്ത് x. അപ്പം രണ്ടിനകത്ത് ഉള്ള സംഭവം നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം രണ്ടിനകത്ത് നിന്ന് നമുക്ക് കോമൺ ആയിട്ട് x² എടുക്കാൻ പറ്റത്തില്ല, കാരണം ഇവിടെ ഒരു x ഉള്ളൂ. അപ്പൊ x² എങ്ങനെ എടുക്കും? സോ നമുക്ക് ഇതിനകത്ത് രണ്ടിനകത്തും ഓരോ x വീതം ഉണ്ട്, അതിനെ കോമൺ ആയിട്ട് എടുക്കാമല്ലോ. സോ ഞാൻ 2xനെ കോമൺ ആയിട്ട് എടുത്തു. ഇനി ഈ ബ്രാക്കറ്റിനകത്ത് ബാക്കി എന്താ ഉള്ളത്? 2xനെ ഇതിൽ നിന്ന് പുറത്തെടുത്തു കഴിഞ്ഞാൽ ഇനി ഇതിനകത്ത് ബാക്കി ഒരു x അല്ലേ മിച്ചമുള്ളൂ. സോ ആ x എഴുതി. മൈനസ് ഇവിടുന്ന് 2xനെ പുറത്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി ഇവിടെ എന്തെങ്കിലും മിച്ചമുണ്ടോ? ഒന്നുമില്ല. സോ ഇവിടെ നമ്മൾ 1 എന്ന് എഴുതും. സോ 2x × x - 1 എന്നുള്ളൊരു ഫോമിലാക്കി ഇതിനെ. ഇനി ഇവിടെ മൈനസ് ഈ രണ്ട് ടേംസിൽ നിന്നും കോമൺ ആയിട്ട് എന്താ ഉള്ളത്? 3 ഉണ്ട്. 3നെ പുറത്തെടുത്തു. ഇനി വേറെ എന്തെങ്കിലും കോമൺ ആയിട്ടുണ്ടോ? ഒന്നുമില്ല. സോ നമ്മളിവിടെ ബ്രാക്കറ്റിനകത്ത് എന്ത് എഴുതും? x ആൻഡ് ഈ ബ്രാക്കറ്റിനകത്ത് ഇനി പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നമ്മൾ സൈൻ ഇടേണ്ടതെന്നാണ് ഇനി നമ്മൾ ആലോചിക്കേണ്ടത്. ഞാൻ ഇത്രയുമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ബ്രാക്കറ്റിന് അടുത്ത സെക്കൻഡ് ബ്രാക്കറ്റിനകത്ത് ഇത്രയുമാണ് ഉള്ളത്. അപ്പം ഞാൻ ഇതിനകത്ത് നിന്ന് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ടേമിനകത്ത് നിന്ന് -3 പുറത്തെടുത്തു, ഈ ഒരു ടേമിനകത്ത് നിന്ന് -3 പുറത്തെടുക്കുന്നത്. സോ -3 ആണ് പുറത്ത് കിടക്കുന്നത്. ഇനി നമ്മൾ അകത്തോട്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഈ ആൻസർ തന്നെ കിട്ടണം. അതായത് ഞാനിപ്പം കോമൺ ആയിട്ട് എടുത്താലും ഈ ടേമും ഈ ബ്രാക്കറ്റും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് 2x² - 2x എന്ന് തന്നെ കിട്ടും. അത് നമ്മൾ ആദ്യം എഴുതിയ സംഭവം തന്നെ കിട്ടണം. അങ്ങനെ ഫോർമാറ്റിലായിരിക്കണം നമ്മളിത് കോമൺ എടുത്തിട്ട് എഴുതേണ്ടത്. സോ ഇവിടെ നിന്ന് ഞാൻ ഇവിടെ മൈനസ് ഇട്ടാലല്ലേ -3 അല്ല -1 എന്ന് ഇട്ടാലല്ലേ
ഞാൻ ഈ നെഗറ്റീവും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് ഇവിടുത്തെ ഈ പോസിറ്റീവ് സൈൻ കിട്ടത്തുള്ളൂ. ശരിക്കും പറഞ്ഞാൽ വി സേ ദാറ്റ് എ പോസിറ്റീവ് സൈൻ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് 2 നെഗറ്റീവ്സ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 നെഗറ്റീവ്സിനെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് പോസിറ്റീവ് സൈൻ കിട്ടുന്നത്. സോ ഒരു നെഗറ്റീവിനെ ഞാൻ ഇവിടുന്ന് കോമൺ ആയിട്ട് പുറത്തെടുത്താൽ ബാക്കി ഇവിടെ കിടക്കുന്ന രണ്ടാമത്തെ നെഗറ്റീവ്. സോ നോക്കിക്കേ, ഇപ്പൊ ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ -3x ആൻഡ് നെഗറ്റീവ് +3 നമ്മളുടെ സെയിം ഫോമാറ്റിൽ തന്നെ കിട്ടത്തില്ലേ. സോ ഇവിടെ നമ്മുടെ ബ്രാക്കറ്റിനകത്ത് വരുന്നത് -1 എന്നാണ് വരുന്നത്. ഇനി അടുത്ത കാര്യം, ഇപ്പൊ നമുക്ക് കിട്ടിയേക്കുന്ന ഫോർമാറ്റ് ഇതാണ്. ദിസ് ഇസ് ഈക്വൽ ടു 0 ഇങ്ങനെ ഒരു ഫോർമാറ്റിൽ കിട്ടി. ഇനി നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, ഇത്രയും ഒരു സംഭവം, ഒരു ടേം, അത് മൈനസ് സെക്കൻഡ് ടേം ഈക്വൽ ടു 0 എന്ന് വന്നേക്കുക. ഈ രണ്ട് ടേംസിനകത്തും ഇത്രയും, ഇതൊരു ടേം, ഇത് രണ്ടാമത്തെ ടേം, ഈ രണ്ട് ടേംസിനകത്തും കോമൺ ആയിട്ട് ഇനി ഒരു നമ്പർ ഇല്ലേ, ആ നമ്പർ എന്താണ്? x-1. സോ ഞാൻ ആ x-1നെ കോമൺ ആയിട്ട് പിന്നെയും എടുക്കുക. ഈ ഒരു ടേമിനകത്ത് നിന്നും ഈ ഒരു ടേമിനകത്ത് നിന്നും ഞാൻ x-1നെ കോമൺ ആയിട്ട് പുറത്തെടുക്കുക. ഇനി ബാക്കി എന്താ കിടക്കുന്നത്? ഈ ഒരു ടേമിനകത്ത് x-1 പുറത്തോട്ടെടുത്ത ബാക്കി എന്താ കിടക്കുന്നത്? 2x. ഇതിനകത്ത് നിന്ന് ഞാൻ x-1 പുറത്തോട്ടെടുത്ത ബാക്കി എന്താ കിടക്കുന്നത്? -3. ദിസ് ഇസ് ഈക്വൽ ടു 0. ഈ ഫോർമാറ്റിൽ നമുക്കിപ്പം കിട്ടി. സിംപ്ലിഫൈ ചെയ്ത് നമ്മൾ അവസാനം നമ്മൾ ഈ ഫോർമാറ്റ് വരെ കൊണ്ടുവന്നു. ഞാൻ ഇനി ബാക്കി മുകളിലോട്ട് എഴുതുവാണ്. ഇനി നമുക്കിപ്പം കിടക്കുന്ന ഫോർമാറ്റ്, ഒരു നമ്പർ a, just imagine this is a number a multiplied by another number b is equal to 0. അപ്പം രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 0 എന്ന് കിട്ടണമെങ്കിൽ അതിന്റെ അർത്ഥം either a equal to 0 or b equal to 0. നമുക്കറിയാം വേറെ എങ്ങനെയൊക്കെ മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് ആൻസർ കിട്ടത്തില്ല. രണ്ട് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ 0 കിട്ടണമെങ്കിൽ ഏതെങ്കിലും ഒരു നമ്പർ 0 ആയിരിക്കണം. അത് ഏതാണ് നമുക്കറിയാമല്ല. പക്ഷെ a ഇൻറ്റു b ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ a 0 ആയിരിക്കണം അല്ലെങ്കിൽ b 0 ആയിരിക്കണം. സോ ആ ഫോർമാറ്റിൽ തന്നെയല്ലേ കിടക്കുന്നത്. ഈ ഒരു ടേം മൾട്ടിപ്ലൈഡ് ബൈ ഈ ഒരു ടേം ചെയ്യുമ്പോൾ നമുക്ക് 0 എന്ന് ആൻസർ കിട്ടുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താ? ഒന്നെങ്കിൽ x-1 0 ആവണം ഓർ 2x-3 0 ആവണം. ഇതിങ്ങനെ തന്നെ ഓർ ഇട്ടേ നിങ്ങൾ ഇനി തൊട്ട് ഈ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് ഓർ ഇട്ടേ പിന്നെ എഴുതി പോകാവുള്ളൂ. ഇനി നമുക്ക് ഇതിനെ ഇൻഡിവിജ്വലി സോൾവ് ചെയ്യാം. x-1 ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ അതിനകത്ത് എക്സിന്റെ വാല്യൂ എന്താണ്? നമ്മൾ ഈ -1 നമ്മൾ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുവരും. അപ്പം ഇത് +1 ആവും. സോ x is equal to 0 plus 1, that is x equal to 1 എന്ന് നമുക്ക് ഒരു സൊല്യൂഷൻ കിട്ടി. ഓർ 2x-3 equal to 0. അപ്പം 2xന്റെ വാല്യൂ എന്താണ്? 3നെ നമ്മൾ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുവരുമ്പോൾ ഇത് +3 ആകും. therefore x equal to 3. ഇവിടെ 2 into x ആയിരുന്നു. അപ്പൊ അതിനെ നമ്മൾ ഇപ്പുറത്തെ സൈഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇത് 3 divided by 2 എന്നാകും. സോ ഒന്നെങ്കിൽ x equal to 1 അല്ലെങ്കിൽ x equal to 3/2. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നമ്മളുടെ ഈ ഒരു ഇക്വേഷൻ 2x² - 5x + 3 equal to 0. ഈ ഒരു ഇക്വേഷന്റെ രണ്ട് റൂട്ട്സ് അല്ലെങ്കിൽ അതിന്റെ രണ്ട് സൊല്യൂഷൻ ആണ് ഞാൻ ഇപ്പൊ എഴുതിയിരിക്കുന്നത്. അതായത് നമ്മൾ x equal to ആൽഫ എന്ന് പറഞ്ഞ് നമ്മൾ സോൾവ് ചെയ്തില്ലായിരുന്നു ആദ്യം ജനറൽ ഫോമാറ്റിൽ. അപ്പൊ ഇതിന് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയതുകൊണ്ട് ഇതിന് അറ്റ്മോസ്റ്റ് 2 സൊല്യൂഷൻസ് അല്ലെങ്കിൽ 2 റൂട്ട്സ് വരാം. അതിനകത്ത് ഫസ്റ്റ് സൊല്യൂഷൻ ആണ് x equal to 1, സെക്കൻഡ് സൊല്യൂഷൻ ആണ് x equal to 3/2. സോ ഇങ്ങനെയാണ് നമ്മൾ ഒരു ഫാക്ടറൈസേഷൻ മെത്തേഡിൽ കൂടെ നമ്മളൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കുന്നത്. ഇതിപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിലിൽ പറഞ്ഞു തന്നേ ഉള്ളൂ. ഇങ്ങനത്തെ പല എക്സാമ്പിൾസ് നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കണം, പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. ദാറ്റ്സ് ഹൗ യു വിൽ പെർഫെക്റ്റ്ലി ലേൺ ഹൗ ടു ഫൈൻഡ് ദ പ്രോഡക്റ്റ് ആൻഡ് സം. പെട്ടെന്ന് കാണുമ്പോൾ തന്നെ പിന്നെ നമുക്ക് മനസ്സിലാകാൻ തുടങ്ങും. ഓക്കെ 6 and 6 product and some -5. ഓക്കെ, അപ്പോൾ -2 -3 ആയിരിക്കും നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്ന നമ്പേഴ്സ് നോക്കാം. നമുക്ക് അപ്പോൾ ഓട്ടോമാറ്റിക്കലി വരും. സോ പ്രാക്ടീസ് മോർ ക്വസ്റ്റ്യൻസ് and I hope you enjoyed this class and understood the concept. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ please do mention it in the comment section. Thank you and let's meet in the next class. Bye.